ഒന്നാം പാരമ്പര്യം. ഇവിടെ നമ്മുടെ പൊതുനന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. എയുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. എയിലേക്ക് കടന്നു വരുന്ന ഒരു നവാഗതനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിലനിൽപ്പ് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ ആവശ്യമായി തീരുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരു നിലനിൽപ്പ്. ഈ വ്യക്തിപരമായ നിലനിൽപ്പിന് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ വന്ന് മുന്നോട്ട് പോകും തോറും ഒത്തിരി പ്രശ്നങ്ങൾ അവൻ നേരിടുന്നുണ്ട്. ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അവൻ നേരിടുന്നുണ്ട്. എയുടെ ഏറ്റവും അടിസ്ഥാനം എ ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പിൽ നിന്നാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളുടെയും തുടക്കം എന്നിരിക്കെ ഒരു ഗ്രൂപ്പിൻ്റെ ഐക്യത്തെ ആശ്രയിച്ച് തന്നെ ആയിരിക്കില്ലേ ഒരു മദ്യാസക്തിൻ്റെ മോചനം. ഒരു മദ്യാസക്തൻ കടന്നു കയറുന്ന ഗ്രൂപ്പിൻ്റെ ഐക്യം എത്രമാത്രമുണ്ടോ ആ ഐക്യം തന്നെ ആയിരിക്കും അവൻ്റെ മോചനത്തിലേക്കുള്ള വഴി തുറന്നിടുന്നത്. വ്യക്തികളെക്കാൾ തത്വങ്ങൾക്ക് മുൻസ്ഥാനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തികളാൽ നയിക്കപ്പെടുന്ന തത്വങ്ങൾക്കല്ലേ നാം മുൻസ്ഥാനം കൊടുക്കുന്നത്. കടലാസുകളിൽ എഴുതി വച്ചിരിക്കുന്ന തത്വങ്ങൾ നടപ്പിലാക്കുമ്പോൾ ആ നടപ്പിലാക്കുന്ന വ്യക്തിയിലൂടെയാണ് കടന്നു വരുന്ന ഒരു നവാഗതൻ ഈ ഐക്യത്തിൻ്റെ രുചി അറിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഐക്യപ്പെടുക എന്ന് പറയുന്നത് എൻ്റെ മോചനത്തിന് ഞാൻ എടുക്കേണ്ട ചില നടപടിക്രമങ്ങളിൽ മറ്റൊരാളെ ഇടപെടുത്താതെ കണ്ട് മറ്റൊരാൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കാത്ത വിധത്തിൽ എൻ്റെ ഗ്രൂപ്പിലുള്ളവരുമായിട്ട് സമരസപ്പെട്ടു പോകുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വം എന്നിലുണ്ട്. ഈ ഒരു ഉത്തരവാദിത്വം എനിക്ക് മുന്നേ പോയവർ എന്നിലൂടെ അല്ലെങ്കിൽ എൻ്റെ ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന ഫെലോഷിപ്പിൻ്റെ മറ്റ് തലങ്ങളിലൂടെ കാണിച്ചു തരാൻ ബാധ്യസ്ഥരാണ്. വ്യക്തി എന്ന നിലയ്ക്കല്ല ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് ഇരിക്കലും വ്യക്തികളാൽ നയിക്കപ്പെടുന്ന തത്വങ്ങൾക്ക് തീർച്ചയായിട്ടും വ്യക്തികളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തികൾ എന്ന് പറയുന്നത് മോചനത്തിൻ്റെ വഴികാട്ടികളാണ്. ഐക്യം എന്ന് പറയുന്നത് എൻ്റെ മാത്രം മോചനത്തിലേക്കുള്ള വഴിയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലെ കടന്നു വരുന്ന ഓരോരുത്തരുടെയും ആവശ്യം അവൻ്റെ നിലനിൽപ്പ് തന്നെയാണ്. ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയുന്ന സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു മിഥ്യാധാരണയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ കടന്നു വരുന്നവനെ ഐക്യപ്പെടുത്തിക്കൊണ്ട് മുന്നേറണമെങ്കിൽ അല്ലെങ്കിൽ അവനിൽ മോചനത്തിൻ്റെ പാത തുറന്നു കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ഐക്യം നിലനിൽക്കേണ്ടതുണ്ട്. പൊതു നന്മയുടെ ലക്ഷ്യം അതായത് നമ്മുടെ പൊതു നന്മ തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം. പൊതു നന്മ എന്ന് പറയുന്നത് മദ്യാസക്തരുമായിട്ട് ഉൾപ്പെട്ടുകൊണ്ട് നിൽക്കുന്നൊരു വിഷയമാണ്. ഇനിയും കടന്നു വരാനിരിക്കുന്ന മദ്യാസക്തർ തന്നെയാണത് ലക്ഷ്യം വയ്ക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എയുടെ ഐക്യം എന്ന് പറയുന്നതും ഈ ആശ്രയിക്കുന്നത് എന്തിനാണ്? വ്യക്തിപരമായ മോചനമാണ്. എയുടെ ഐക്യത്തെ ആശ്രയിച്ചിട്ടാണ് വ്യക്തിപരമായ മോചനം. എയുടെ ഐക്യം നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വരുന്നവനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ കടന്നു വരുന്നവനെ ആകർഷിക്കുന്ന തരത്തിൽ ഗ്രൂപ്പിൽ ഐക്യം നിലനിൽക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഒന്നാം പാരമ്പര്യം എത്രമാത്രം ആകർഷിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മഹത്തായ വലിയൊരു ചോദ്യമുള്ളത്. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതല്ല, ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കണം ഐക്യം. ആൽക്കഹോളിക്സ് അനോണിമസ് എന്താണ് നിർവചിച്ചിരിക്കുന്നത്?
ആൽക്കഹോളിക്സ് അനോണിമസ് എന്താണ്, ഒന്നാം പാരമ്പര്യത്തെ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് കാണുന്നത്, അത് എനിക്ക് മുമ്പേ ഉള്ളവർ എങ്ങനെയാണ് ഒന്നാം പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മോചനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ തീർച്ചയായിട്ടും എൻ്റെ ഗ്രൂപ്പിലേക്ക് വരുന്നവനോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെ ഐക്യപ്പെട്ടാൽ മാത്രമേ വ്യക്തിപരമായിട്ടുള്ള മോചനം നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഐക്യപ്പെടണം. ഗ്രൂപ്പിൻ്റെ ഐക്യം നിലനിൽക്കുന്നത് ഈ കടന്നു വരുന്നവനിലല്ല, ഗ്രൂപ്പിൻ്റെ ഐക്യം നിലനിൽക്കുന്നത് കടന്നു വരുന്നവനേക്കാൾ മുൻപേ ഗ്രൂപ്പിലെത്തിയവരിലാണ്. എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. താങ്ക് യു.